ഗുഡ് മോർണിംഗ്. നമുക്ക് നിഫ്റ്റിയുടെ ഒക്കെ ലെവൽ നോക്കാം. കുറേ ദിവസത്തിന് ശേഷമാണ് തിരിച്ച് വീണ്ടും ട്രേഡിങ്ങിലേക്ക് വരികയാണ്. കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു, അതിനുശേഷം റിട്ടേൺ നമുക്ക് നോക്കാം. മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ഏരിയാസ് ഒക്കെ ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 24,120 അപ്സൈഡ് ലിക്വിഡിറ്റി, അതല്ല 23,980 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ ഏതാണ് ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കി വരണം. അന്ന് ഓഫീസിൽ കഴിഞ്ഞ കുറച്ച് വീക്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്തൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. മാർക്കറ്റിൻ്റെ കുറേ ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയ സമയത്ത് നോക്കാം, നമുക്ക് എങ്ങനെ വരുന്നത് നോക്കാം. ഞാൻ ഏതായാലും ട്രേഡ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:33. നമുക്കൊരു ട്രേഡ് താഴേക്ക് നോക്കാം. ഒരു പി എടുക്കുന്നുണ്ട് ഞാൻ. 24,100 പുട്ട് ഓപ്ഷനാണ് എടുത്ത്. ഇതൊരു അഗ്രസീവ് എൻട്രിയാണ്. നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത് അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനു ശേഷം ഒരു അഗ്രസീവ് എൻട്രിയാണ്. പക്ഷേ നമുക്ക് വലിയൊരു ടാർഗറ്റ് ഇല്ല, കാരണം തൊട്ട് താഴെ ഒരു 5 മിനിറ്റ്സ് IDX ആണ് അവിടെ. ഒന്നെങ്കിൽ ഈ ട്രേഡ് ടാർഗറ്റ് കുറവാണ് ട്രേഡിൽ. നോക്കാം നമുക്ക്. ചെറിയൊരു മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷ്, ഇന്നലെയും ബുള്ളിഷ് ആയിട്ടാണ് പോയത്. ഇതുപോലെ എന്നും ബുള്ളിഷ് പോവുകയാണെങ്കിൽ തന്നെ ഡൗൺ സൈഡിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാം. അതായത് 24,108 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് മേലേക്ക് നോക്കാം. മാർക്കറ്റിൻ്റെ ഇന്നലത്തെ മാർക്കറ്റ് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയിട്ട്. മാർക്കറ്റ് ഭയങ്കര ഒരു സൈഡ് വേസ്, ഒരുപാട് സമയം ഒരു സ്ഥലത്തൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് എന്നാൽ ടാർഗറ്റിലേക്ക് വരുന്നില്ല മാർക്കറ്റ്. ഇപ്പോൾ ടാർഗറ്റിൻ്റെ ഇപ്പോൾ നമ്മളൊരു ഹൈയോ ലോയോ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തെത്തി വീണ്ടും റിവേഴ്സ് ചെയ്യുക. അപ്പോൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, വീണ്ടും താഴേക്ക് വന്നിട്ട് എൻട്രി എടുത്തതിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുക. എന്നാൽ മാർക്കറ്റ് അധികം താഴേക്ക് പോയിട്ടും ഉണ്ടാവില്ല, പക്ഷേ പ്രീമിയത്തിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന രീതിയിലുള്ള ഇന്നലെയൊക്കെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിലുള്ള കംപ്ലീറ്റ് ഒന്നും അനലൈസ് ചെയ്തിട്ടില്ല. അതൊക്കെ ടൈം എടുത്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് ചെറിയൊരു പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഓക്കെ, വരുന്നുണ്ട്, പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ചെറിയൊരു ടാർഗറ്റ് ഉള്ളൂ, ഒരു 1:2 റേഞ്ചൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുക. 1:2ൻ്റെ അടുത്തൊക്കെ വരും ടാർഗറ്റ് വരാണെങ്കിൽ. നോക്കാം. വെയിറ്റ് ആൻഡ് വാച്ച്. കുറേ ദിവസം ട്രേഡ് ചെയ്തിട്ടേ ഞാൻ സിസ്റ്റത്തിലേ നോക്കിയിട്ടില്ല കുറേ ദിവസം. മീൻസ് തീരെ നോക്കാതിരുന്നതാണ്. കാരണം നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് മാക്സിമം അത് യൂസ് ചെയ്യാന്നുള്ളതിൽ തന്നെയാണ്. ഓക്കെ, 1:1 ആവാനായിട്ടുണ്ട് അല്ലേ. 1:2 എത്താൻ സാധ്യതയുണ്ട് ഒരു ടാർഗറ്റ് വരികയാണെങ്കിൽ. ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്ക് നോക്കാം. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. വെയിറ്റ് ആൻഡ് വാച്ച്. മാർക്കറ്റ് തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നുണ്ടല്ലേ. വെയിറ്റ്. മൊത്തത്തില് പുതിയ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറി എന്നാണ് തോന്നുന്നത്. മാർക്കറ്റ് എന്തൊക്കെ ഒരു ഡിഫറെൻറ്റ് ബിഹേവിയറാണ്. അപ്പോൾ മാർക്കറ്റ് ഒന്നുകൂടെ മൊത്തത്തിൽ അനലൈസ് ചെയ്തതിന് ശേഷം നോക്കണം. ഇന്നോ നാളൊക്കെ ആയിട്ട് ഫ്രീ ടൈം മൊത്തത്തിൽ നോക്കണം. മാർക്കറ്റിൻ്റെ ബിഹേവിയറൊക്കെ അങ്ങനെ നോക്കിയിട്ടൊന്ന് വീണ്ടും ഏതെങ്കിലും സ്റ്റൈല് പിടിക്കാൻ പറ്റുമോ നോക്കണം. പിന്നെ കഴിഞ്ഞ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. അത് ചെയ്യാം, ഓർമ്മയുണ്ട്. ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ചെയ്യാം. കഴിഞ്ഞ മാസം നമ്മൾ നോക്കിയതായിരുന്നു. ഫസ്റ്റത്തെ വീക്ക് പ്രോഫിറ്റ്, സെക്കൻഡ് വീക്ക് ലോസ് ആണ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. തേർഡ് വീക്ക് പ്രോഫിറ്റും ആയിരുന്നു. ഫോർത്ത് വീക്കിൽ ഞാൻ ട്രേഡ് ചെയ്തിട്ടുമില്ല, ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ. ഒരു ദിവസം കണ്ടോ വരുന്ന സമയത്ത് ഒരു മൊബൈൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഡേ തിരിച്ചു വരുന്ന സമയത്ത്. അത്രേ ഉള്ളൂ, വേറെ ട്രേഡൊന്നും ചെയ്തിട്ടില്ല. പ്രീമിയം താഴേക്ക് പോകുന്നുണ്ടല്ലേ ഫാസ്റ്റായിട്ട്. അതായത് നമ്മൾ പൊതുവേ നമുക്ക് ഒരു എൻട്രി തന്നു കഴിഞ്ഞാൽ പത് സ്പോട്ട് പ്രൈസിനേക്കാളും ഫാസ്റ്റായിട്ട് പ്രീമിയം പോകുന്നത് ഒരു നല്ല ലക്ഷണമല്ല. പക്ഷെ ഞാൻ എൻട്രി എടുത്ത സമയത്ത് പ്രീമിയം ഒരു സപ്പോർട്ടീവ് ആയിരുന്നു, അതുകൊണ്ടാണ് ആ എൻട്രി എടുത്തത്. പക്ഷെ അതിന് ശേഷം ഇപ്പോൾ പ്രീമിയം ഇങ്ങനെ ഒരു സ്പെൻഡിങ് ആണ് ഒരുപാട് സമയമായിട്ട്. റിസൾട്ടിലേക്കുള്ള വരവാണ്. പ്രീമിയം 6 പോയിന്റാണ് SL. നമുക്ക് 3000 സംതിങ് ആയിരിക്കും ലോസ് ആണെങ്കിൽ വരിക. ജസ്റ്റ് ഒരു അഗ്രസീവ് എൻട്രി ആയിരുന്നു ആ സമയത്ത് നമ്മളെടുത്ത എൻട്രി. 3000 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കട്ടായിക്കോളും.
പിന്നെ പുതിയ ബാച്ച് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിനുള്ള പ്ലാൻ ഇല്ല. ഞാൻ നോക്കട്ടെ, ഞാൻ ഈ വീക്കിലോ അല്ല അടുത്ത വീക്കിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ പറയും. ഇപ്പം ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ നോക്കിയിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. മാർക്കറ്റിൻ്റെ ഒരു പുതിയ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നോക്കട്ടെ, ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ നോക്കാം. മിക്കവാറും പോകാനുള്ളതാണ്, കാരണം തോന്നുന്നത് കണ്ടിട്ട് പ്രീമിയം നന്നായിട്ട് ഫോളോ ആകുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഇതേപോലെ ചെറിയ റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഹയർ ടൈം ഫ്രെയിം ക്യാൻഡിൽ മേലേക്ക് പോകണേ ജസ്റ്റ് ഹയർ ടൈം ഫ്രെയിം ക്യാൻഡിൽ ലോക്ക് എടുത്ത് മേലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഒരു എൻട്രി പോലൊന്നും തരുന്നില്ല, ജസ്റ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ ക്യാൻഡിലെ ലോക്ക് എടുക്കുക, മേലെ പോവുക. അതുപോലെ താഴേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ ക്യാൻഡിൽ ഹൈ എടുത്ത് താഴെ വരും. പക്ഷേ മാർക്കറ്റ് ഒരു 1 മിനിറ്റിലൊക്കെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. ഇന്നലെയൊക്കെ ഞാൻ കണ്ടു. അതായത് നമ്മളൊരു എൻട്രി എടുത്ത് താഴേക്ക് പ്ലാൻ ചെയ്താൽ കുറേ ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ ടോപ്പിൽ നിന്നായിരിക്കും ചിലപ്പോൾ എൻട്രി എടുത്തത്, ഒന്നും കൂടെ മേലെ പോയിട്ട് ഒന്ന് വിൽക്കി പിന്നെയും താഴേക്ക് വരും. അപ്പോൾ താഴേക്ക് വരുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി താഴേക്കാന്ന് വിചാരിച്ചിട്ട് വീണ്ടും എൻട്രി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം താഴേക്ക് പോകുന്ന പണി കാണിച്ച് പിന്നെ ഒന്നും കൂടെ മേലേക്ക് പോയി. ഒരു എന്താ പറയുക, കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റൈൽ പോലെ തോന്നുന്നുണ്ട് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ കണ്ടിട്ട്. ആരും ശ്രദ്ധിച്ചോന്നൊന്നും അറിയില്ല. ഇച്ചിരി ടഫ് ആയിട്ടുള്ള മാർക്കറ്റ് പോലെ തോന്നുന്നുണ്ട്. കാരണം പ്രീമിയത്തിൻ്റെ ഒക്കെ മീൻസ് ഒരു സ്പോട്ട് ചാർട്ടിൻ്റെ ഒക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക ഒരു ഏരിയയിൽ, എന്നാൽ ആ ഒരു കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത് ടോപ്പിലേക്ക് പോകണമില്ല. കൺസോൾഡേറ്റ് ചെയ്തിട്ട് ടോപ്പിലും ബോട്ടത്തിലും പോകാതെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് നിൽക്കുക. ഓക്കെ, നമ്മുടെ SL അടിച്ചിട്ടുണ്ട്. ഏതായാലും നോക്കാം, ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് വരട്ടെ. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് SL ആണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം തുടങ്ങി തന്നെ നല്ല ഐശ്വര്യം ഉണ്ട് അല്ലേ. നോക്കാം. ഓക്കെ, സമയം 3:34 അതിന് ശേഷം നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ഒരു 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പിയിലും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സിയിലും ഒരു പിയിലും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ വലിയ പ്രോഫിറ്റ് ഒന്നിനും കിട്ടിയിട്ടില്ല. ഒരു ചെറിയ പ്രോഫിറ്റ് ഉണ്ടായി. എക്സിറ്റ് ചെയ്യാനുള്ള കാരണം എൻട്രി റീസണൊക്കെ ഞാൻ പറഞ്ഞുതരാം, എന്താ എൻട്രി എടുക്കാൻ കാരണം. അതൊരു പ്രോപ്പർ ട്രേഡ് ഉണ്ടായിരുന്നു, 24,150. പക്ഷേ എനിക്ക് ഡേ ഹൈ ആണ് ടാർഗറ്റ് വെക്കേണ്ടത്. പക്ഷെ ഞാനത് കറക്റ്റ് സമയത്ത് ഇറങ്ങിയതിനെ കൊണ്ട് അത്രയും ഒരു 1:2 റേഞ്ചിൽ എനിക്ക് കിട്ടി. അത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവസ്ഥ നോക്കുമ്പോൾ ഇവിടുന്ന് ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു ക്യാൻഡിലാണ് 10:33 റേഞ്ചിൽ. ഇവിടുന്ന് ഒരു എൻട്രി എടുത്ത് കറക്റ്റ് 10:46 എക്സിറ്റ് ചെയ്ത് ഈ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ ടാർഗറ്റ് പ്രകാരം ഇവിടെ വരേണ്ട ട്രേഡാണ്. പക്ഷെ അത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ കിട്ടിയതും കൂടെ പോയേനെ. അതേ പറഞ്ഞ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ. പിന്നെ താഴേക്ക് ഞാനൊരു അറ്റംപ്റ്റ് ചെയ്ത് അതപ്പോൾ തന്നെ ഇറങ്ങിയതാണ്. അതാണ് ഒരു ട്രേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ട്രേഡ് അങ്ങനെ കഴിഞ്ഞു. മൂന്നാമത്തെ ട്രേഡ് ഇതൊരു പ്രോപ്പർ ട്രേഡ് തന്നെയായിരുന്നു. ഇതൊരു ഡൗൺ സൈഡ് 5 മിനിറ്റ്സ് IDC ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു അഗ്രസീവ് എൻട്രി ഞാൻ എടുത്തതാണ്. ഡയറക്റ്റ് ട്രേഡ് എടുത്ത് തൊട്ട ഹസിങ് ഹൈറ്റ് 27 പോയിന്റ് ഉള്ളൂ. അത് ടാർഗറ്റ് 1:2 കിട്ടി. പിന്നീട് അപ്സൈഡ് നിന്ന് ക്രിയേറ്റ് ചെയ്തൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു അഗ്രസീവ് എൻട്രി ഒരു ഏരിയയും താഴേക്ക് നോക്കിയതാണ്. 67 പോയിന്റ് ഉണ്ടായിരുന്നു അന്നത്തെ ഈ ഒരു സ്വിംഗ് ലോയിലേക്ക്. പക്ഷെ അത് SL അടിച്ച് മേലേക്കാണ് പിന്നെ മാർക്കറ്റ് പോയത്. അവസാനം പോയിട്ട് ഡേ ഹൈ എടുത്തു മാർക്കറ്റ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിന്ന് രാവിലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇന്നലത്തെ ചാർട്ട് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റിന് ഒരു പ്രത്യേക ഒരു ബിഹേവിയർ ഉണ്ട്. ടാർഗറ്റും SLും തരാത്ത രീതി. നമ്മൾ ആദ്യം പോയിട്ട് ഡേ ലോൻ്റെ അടുത്തുനിന്ന് മാർക്കറ്റ് തിരിച്ച് മേലേക്ക് കയറി. അപ്പോൾ നമ്മൾ വിചാരിക്കും മേലേക്ക് പോകണ മാതിരി കാണിച്ച് താഴേക്ക് വന്നു. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ താഴേക്കാന്ന് നോക്കി പിന്നെ മേലേക്ക്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ബിഹേവിയർ. പിന്നെ ഓരോ ഏരിയയിലും നിൽക്കുന്ന ഒരു ടൈം സ്പെൻഡ് ചെയ്യണം കണ്ടോ മാർക്കറ്റ്. ഇങ്ങനെ മേലേക്ക് പോവും, താഴേക്ക് വരും, മേലേക്ക് താഴേക്ക്, അങ്ങനെ എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. അതുപോലെ കണ്ടോ ഇവിടെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സെയിം പാറ്റേണിൽ തന്നെ എന്നും വന്നിട്ടുണ്ട് മാർക്കറ്റ്. ഇന്നലെ ലാസ്റ്റ് ടൈമിലാണ്ടോ ഇവിടെ ഈ ഒരു ഏരിയയിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്ത്. സെയിം പാറ്റേണിലാണ് ഇവിടെ ഇന്ന് മാർക്കറ്റ്. ഈ ഒരു ഡേലോ നമ്മൾ വിചാരിച്ചു ഡേലോ എടുത്തിട്ട് മേലേക്ക് നോക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ കാരണം ഡേലോൻ്റെ തൊട്ടടുത്ത മാർക്കറ്റ് മേലേക്ക് പോകണം. ഇന്നലത്തെ അതേപോലെ ഇന്നലെ ഡേലോൻ്റെ അടുത്ത് നിന്ന് മേലേക്ക് പോകണ മാതിരി കാണിച്ച് താഴെ പോയി ഡേലോ എടുത്തതിന് ശേഷം പിന്നെ മേലെ പോയത്. ആ ഒരു ലോ എടുത്തതിന് ശേഷം അതേ സ്റ്റൈലിലൊക്കെ വരും എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീണ്ടും ഡേലോ എടുത്തില്ല. ഡേലോൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് ജസ്റ്റ് ഈ സ്വിംഗ് ലോ എടുത്തിട്ട് മാർക്കറ്റ് മേലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. പിന്നെ ഈ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ താഴേക്ക് നോക്കിയതാണ്. പക്ഷെ അത് പോയിട്ട് മേലേക്ക് പോയിട്ട് SL അടിച്ചും ചെയ്തു. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു ടാർഗറ്റ് ഇന്ന് ഏതായാലും പച്ച കത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ടോട്ടൽ ഇന്ന് 4 ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതന്നെ ശരിക്കും പ്രോപ്പർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതാണ് ഈ ഡേ ഹൈക്ക്. ഇത് ഞാൻ നോർമലി
ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഇന്ന് 2 SL അടിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് 6000 സംതിങ് ലോസിൽ നിർത്തേണ്ടി വരുന്ന ട്രേഡ്. ഇവിടെ ഈ ഒരു ഹൈയിൽ ഇറങ്ങിയത് നന്നായി. ശരിക്കും നോർമലി ഡേ ഹൈ ഇടാതെ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഡേ ലോ എടുക്കാത്തതുകൊണ്ടാണ്. ഡേ ലോ ഇവിടെ കണ്ടില്ല, ഈ ഡേ ലോ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തത്. പക്ഷേ പിന്നെ ഡേ ലോ എടുത്തിട്ട് മേലേക്ക് നോക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ അവസരം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഒരാൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകളും ഡേ ലോയിലായിരിക്കും ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അത് ബുക്ക് ചെയ്യാൻ സമ്മതിക്കാതെ മാർക്കറ്റ് മേലേക്ക് പോയി. പിന്നെ ഈ ഡേ ഹൈൻ്റെ അടുത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ട്രേഡ് ഒന്നും എടുക്കാൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി ഡേ ഹൈ എടുക്കാൻ സമ്മതിക്കാതെ താഴേക്ക് പോകും. അവിടെ കണ്ടോ ഇതിൻ്റെ മേലേക്ക് പോയി. മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് പ്രീവിയസ് ഡേയിലുള്ള ചാർട്ടും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ജസ്റ്റ് ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കാന്നല്ലാതെ ഒരിക്കലും നമുക്ക് അതിനൊരു 100% ഒന്നും കിട്ടാൻ പറ്റില്ല. മാക്സിമം നല്ല റിസ്ക് റിവാർഡിൽ ഓപ്പർച്യൂണിറ്റി നോക്കാന്നല്ലാതെ. നമ്മൾ ഒരു ട്രേഡ് താഴേക്ക് എടുത്തില്ല ഈ ഒരു അഗ്രസീവ് എൻട്രി ഇവിടുന്ന്. പക്ഷെ മാർക്കറ്റ് അതിന് ശേഷം ഫാൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഫാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 1 മിനിറ്റിൻ്റെ ഒക്കെ ഹൈ എടുത്ത് അങ്ങ് ഫാൾ ചെയ്യുക, അല്ലാതെ പ്രോപ്പർ ഐഡിയസോ കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെയുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇന്നത്തെ മാർക്കറ്റും. ഇനി കുറച്ച് ദിവസം മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഡിഫറെൻറ്റ് സ്റ്റൈലാണ് മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷനൊക്കെ. പോകുന്ന സമയത്ത് കണ്ടോ സ്ട്രൈറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ബിഹേവിയർ കാണുന്നു മാർക്കറ്റ്. നോക്കാം, നമുക്കിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാം. ഇനി നാളെ മുതൽ നമുക്ക് എൻട്രി എടുക്കാമല്ലോ, ഇനിയും ചാൻസുകളുണ്ട്. അപ്പോൾ ജൂലൈയിലെ അവസ്ഥ എന്താ പറയുക, ജൂണിൽ നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ജൂലൈയിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. നമ്മൾക്ക് ജൂണിൽ ഫസ്റ്റ് വീക്ക് പ്രോഫിറ്റും സെക്കൻഡ് വീക്ക് കംപ്ലീറ്റ് ലോസും ആയിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരാഴ്ചത്തെ ഈ ട്രേഡിങ്ങിൻ്റെ ഒരു രസം അത് തന്നെയാണ്. അതായത് നമുക്ക് ഒരു ആഴ്ചത്തെയോ അല്ലെങ്കിൽ ഒരു ദിവസത്തെയോ ഒരു മാസത്തെയോ ഒരു കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആളുകൾ പറയും പോലെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, എത്ര ശതമാനം കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ ആൻസറാണ് ഞാൻ ഈ പറയുന്നത്. അതായത് വെരി അൺപ്രഡിക്റ്റബിൾ എന്ന് തന്നെ പറയണം. ഒരു ദിവസവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരാഴ്ചയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വലിയ നഷ്ടമില്ലാത്ത ആളുകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ കണ്ടെങ്കിൽ, ഒരു ഓപ്ഷൻ ട്രേഡർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഓപ്ഷൻ ബൈയിങ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റാണ്. ഇതിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, കാരണം അങ്ങനത്തെ ഒരു ബിഹേവിയർ മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു മണിക്കൂറൊക്കെ ഒരു ഏരിയയിൽ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷണൽ ട്രേഡ് പിടിച്ച ആളുടെ അവസ്ഥ നോക്കുമ്പോൾ SL-ൻ്റെ ഇത് പറയണ്ട. അപ്പോൾ ഞാൻ പറയാം, ഈ ഡേലോ പ്രീമിയത്തിൽ കണ്ടോ, ഇവിടെ നമുക്ക് ഡേലോ എടുത്തില്ല. പ്രീമിയത്തിൽ ആദ്യം വന്നിട്ട് ഡേലോ എടുത്തു. അപ്പോൾ അപ്സൈഡിലേക്ക് കയറിയ ആളുകളൊക്കെ ഔട്ടാക്കിയിട്ടുണ്ടാവും മാർക്കറ്റ്. പിന്നെയും കുറേ നേരം മേലേക്ക് പോകണ മാതിരി കാണിച്ചിട്ട് പിന്നെയും വന്നിട്ട് അതിൻ്റെയും ലോ എടുത്തു. പിന്നെയൊക്കെ മാർക്കറ്റ് പോകണത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മേലേക്ക് പോകണ കാണുമ്പോൾ നമ്മളായിരിക്കും ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തില്ല എന്നൊക്കെ വിചാരിച്ച് മേലേക്ക് എടുക്കുമ്പോൾ ഒരു താഴേക്ക് വരുന്ന മാതിരി കാണില്ല. ഒരു ഡിഫറെൻറ്റ് ബിഹേവിയർ ആണ് ഇന്നത്തെ മാർക്കറ്റിൽ മൊത്തത്തിൽ. മറ്റൊന്നല്ല, ഈ ഒരു 2-3 ദിവസം അങ്ങനെ കാണുന്നത്. ഇനി നോക്കാം നമുക്ക്. ഏതായാലും ഇനി നമുക്ക് നല്ല അവസരം വരുന്ന സമയത്ത് പിടിക്കാം. നാളെയോ മറ്റന്നാളൊക്കെ സമയമുണ്ടല്ലോ, എന്താ അവസ്ഥ നോക്കാം നമുക്ക്. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മന്ത്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം കുറേ ദിവസത്തിന് ശേഷം വന്നതിനെ കൊണ്ട് വീഡിയോസിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കോ കമൻറ്റൊക്കെ ഒന്ന് സ്റ്റാർട്ടിങ് ടൈമിൽ ഒന്ന് തന്നാലേ വീഡിയോ വീണ്ടും ഒരു ചാർജായി വരുള്ളൂ. എല്ലാവരും ഒന്ന് സഹകരിക്കുക. താങ്ക് യു.